നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നാളെ സെപ്റ്റംബർ മാസം 24-ാം തീയതിയാണ് ബുധനാഴ്ച ദിവസം. നാളത്തെ ദിവസം 12 നക്ഷത്രക്കാരായ ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതായ പ്രധാന ചില കാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ദിനമായിരിക്കും ഈ 12 നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം. അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില തെറ്റുകൾ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരികയും ജീവിതത്തെ വളരെയധികം മുന്നോട്ട് നയിക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെ. അപ്പോൾ ആ 12 നക്ഷത്രക്കാർ ആരൊക്കെയാണ്, അവർ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളൊക്കെ ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ നക്ഷത്രം ഏതാണ്, ഇതിൽ നിങ്ങൾ ഉൾപ്പെടുന്നുണ്ടോ എന്നതൊക്കെ കമൻറ്റായി രേഖപ്പെടുത്താനും ഏവരും മറക്കാതിരിക്കുക. അപ്പോൾ ആ 12 നക്ഷത്രക്കാരിലേക്ക് കടക്കാം. കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരായ ആളുകൾ, നിങ്ങൾ നാളത്തെ ദിവസം കഴിവതും സംയമനം പാലിക്കാനായി ശ്രമിക്കേണ്ടതാണ്. അത് ഏത് കാര്യത്തിലായാലും നാളത്തെ ദിവസം ദേഷ്യത്തോടെയുള്ള സംസാരമോ സമീപനമോ ഒന്നും തന്നെ പാടുള്ളതല്ല. ഏതു കാര്യവും വളരെയധികം ശ്രദ്ധയോട് കൈകാര്യം ചെയ്യേണ്ടത് വളരെയധികം നിങ്ങളുടെ ജീവിത പുരോഗതിക്ക്, മുന്നോട്ടുള്ള ജീവിതത്തിൽ സന്തോഷം വന്നു ചേരുന്നതിന് വളരെ കാരണമാകുന്നുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങളിൽ നിന്ന് പ്രകോപനം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും വന്നുകൂടാൻ പാടുള്ളതല്ല. കൂടാതെ വാദപ്രതിവാദ മനോഭാവത്തോടു കൂടി ഒരു കാര്യത്തിനെയും അപ്രോച്ച് ചെയ്യാതിരിക്കുക, സമീപിക്കാതിരിക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ ചെറുതായ ആരെങ്കിലും പറയുമ്പോൾ തന്നെ എടുത്തു ചാടി ദേഷ്യത്തിലുള്ള സംസാരം, മറുപടി കൊടുക്കലൊന്നും തന്നെ നാളത്തെ ദിവസം കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാർക്ക് യോജിച്ചതല്ല. എന്തെന്നാൽ അത് വളരെ വലിയ വിഷയങ്ങളിലേക്ക് പോകാനുള്ള കാരണം ആയി മാറും. അതുകൊണ്ടാണ് നാളത്തെ ദിവസം വാദപ്രതിവാദങ്ങൾക്ക് പോകാതിരിക്കുക. പൊതുവെ നിങ്ങൾ നാളത്തെ ദിവസം വളരെയധികം സംയമനം പാലിക്കണം എന്ന് പറഞ്ഞത്. കൂടാതെ വളരെ സന്തോഷിക്കാനുള്ള കാരണമുണ്ട്. എന്തെന്നാൽ ഏറെ നാളുകളായി തടസ്സപ്പെട്ടിരുന്ന ധനം തിരികെ ലഭിക്കുവാനുള്ള ഭാഗ്യം നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. തടഞ്ഞു വെച്ചിരുന്ന ശമ്പളം പോലെയുള്ള കാര്യങ്ങളാകാം, അല്ലെങ്കിൽ കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ധനമാകാം, കടം കൊടുത്തിട്ട് കിട്ടില്ല എന്ന് കരുതിയിരുന്നത്, അതല്ലെങ്കിൽ ഭൂമി, അതായത് കുടുംബ സ്വത്തുക്കൾ, അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിന്നിട്ടുണ്ടെങ്കിൽ അതാകാം, അത് കോടതിയുമായി ബന്ധപ്പെട്ട കേസ് തർക്കങ്ങളിലെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ശുഭകരമായ വാർത്തയാകാം. എങ്ങനെയായാലും കുറച്ച് ധനം, അല്ലെങ്കിൽ ധനവുമായി ബന്ധപ്പെട്ട് ധനത്തിന് തുല്യമായ മറ്റു ചില വസ്തുക്കൾ ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാൻ നാളത്തെ ദിവസം കാരണമാകുന്നുണ്ട്. പുതിയ ചില സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ജീവിതത്തിന് മുന്നോട്ട് വളരെയധികം താങ്ങായി തണലായി നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകുന്ന ദിവസമാണ്. കൂടാതെ കർമ്മമേഖലയുമായി നോക്കുമ്പോൾ, നിങ്ങളുടെ കർമ്മവുമായി നോക്കുമ്പോൾ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. നാളത്തെ ദിവസം പൊതുവേ ഒരു ശാന്തത അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ആ ശാന്തതയിൽ തന്നെ മുന്നോട്ട് പോവുക. പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരമോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കും നിങ്ങൾ നാളത്തെ ദിവസം ഇടപെടാൻ പോകാതിരിക്കുക. അതേപോലെ തന്നെ പങ്കാളിയിൽ നിന്നും ചില ധാർഷ്ട്യ സ്വഭാവമോ അല്ലെങ്കിൽ ദേഷിച്ചുള്ള സംസാരമോ ഒക്കെ വന്നാൽ പോലും നിങ്ങൾ ശാന്തത കൈവെടിയാൻ പാടുള്ളതല്ല. നിങ്ങൾ നാളെ അശാന്തിയിലേക്ക് ശാന്തത കൈവെടിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ സൗമ്യമായി പോയി കഴിഞ്ഞാൽ നാളത്തെ ദിവസം വളരെയധികം മാറ്റം നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കടകം രാശിക്കാരായ ആളുകൾ, അപ്പോൾ ഗർഭിണികളായിട്ടുള്ള ആളുകൾ നാളത്തെ ദിവസം എല്ലാ കാര്യങ്ങളിലും അല്പം ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നാളത്തെ ദിവസം വളരെയധികം ആവശ്യമായിട്ട് വരുന്നുണ്ട്. നാളെ കുടുംബാംഗങ്ങളോടൊപ്പം നല്ല സമയങ്ങൾ ചിലവഴിക്കാനൊക്കെ സാധിക്കും. പക്ഷേ അവരോട് ഒരു രീതിയിലുമുള്ള പരുഷമായ സംസാരങ്ങൾ പാടുള്ളതല്ല. അത് കൊച്ചുങ്ങളോടായാലും വലിയവരോടായാലും ആരാവോടായാലും. പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കടകം രാശിക്കാർ നാളത്തെ ദിവസം പരുഷമായിട്ടോ ദേഷ്യമായിട്ടോ ഒന്നും ആരോടും സംസാരിക്കുവാൻ പാടുള്ളതല്ല. പ്രത്യേകിച്ച് കുടുംബത്തിലുള്ള അംഗങ്ങളോട്. കോപം നിയന്ത്രിക്കേണ്ടതായ ഒരു ദിനമായിരിക്കും നാളെ നിങ്ങൾക്ക്. കൂടാതെ നാളത്തെ ദിവസം ബിസിനസ് കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഇറങ്ങി പുറപ്പെടുന്നവർ, അല്ലെങ്കിൽ ബിസിനസ് ചർച്ചയ്ക്ക് പുറപ്പെടുന്നവർ, ഏതെങ്കിലും കരാറുകൾ സൈൻ ചെയ്യാൻ പുറപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കടകം രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം അത്ര ശുഭകരമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൈൻ ചെയ്യുന്ന കാര്യങ്ങൾക്കും നാളെ ഇറങ്ങി പുറപ്പെടാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമം. മനസ്സിന് ഒരുപാട് ടെൻഷനും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാളത്തെ ദിവസം കുടുംബാംഗങ്ങളോടൊപ്പം അല്പം സമയം ചിലവഴിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. കൂടാതെ ആരോഗ്യ സംബന്ധമായ നിലവിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നവരാണെങ്കിൽ നിങ്ങൾ മീനൂട്ട് നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും.
ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരായ ആളുകൾ നിലവിൽ നിങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ നാളത്തെ ദിവസം വിശ്രമത്തിനായി നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഒരുപാട് ജോലി, സ്ട്രെയിൻ, സ്ട്രെസ്സ്, ഓവർ വർക്ക് അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നിങ്ങൾ നാളത്തെ ദിവസം വിശ്രമത്തിനായി ചിലവിടുന്നത് അല്ലെങ്കിൽ വിശ്രമത്തിനായി സമയം കണ്ടെത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. അതേപോലെ പണം ചിലവഴിക്കുമ്പോഴും നാളത്തെ ദിവസം വളരെയധികം ശ്രദ്ധ വേണം. ആർക്കും നാളത്തെ ദിവസം കടം കൊടുക്കാനൊക്കെ പോകാതിരിക്കുക. നാളത്തെ ദിനം കയ്യിൽ നിന്ന് പണം നഷ്ടം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് പണം ചിലവഴിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണമെന്ന്. കൂടാതെ നാളത്തെ ദിവസം ക്ഷേത്ര ദർശനം നടത്തുവാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും. നാളത്തെ ദിവസം ഏതെങ്കിലും ക്ഷേത്ര ദർശനം നടത്താൻ പോകാനായി നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അത് ഫലം കണ്ടെത്തുന്ന അല്ലെങ്കിൽ ഫലം കാണുന്ന ദിവസമാണ്. ഗൃഹത്തിലേക്ക് മുന്നറിയിപ്പൊന്നും കൂടാതെ ചില ബന്ധുക്കളുടെ വരവ്, അതായത് ബന്ധു സമാഗമമൊക്കെ കാണുന്നുണ്ട്. അതുവഴിയും മനസ്സിനൊരു റിലീഫ് ഉണ്ടാവുകയും സന്തോഷിക്കാനും ചിരിക്കാനുമൊക്കെയുള്ള അവസരങ്ങൾ, അതായത് ബന്ധുക്കൾ വന്നു ചേരുമ്പോൾ മനസ്സിന് ഒരു സന്തോഷമാണ്. ഒരുപാട് നാളത്തെ ടെൻഷനുകൾക്ക് മറന്ന് അവരുമായി സംഭാഷണം നടത്താനും അതുവഴി സന്തോഷിക്കാനുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് നാളത്തെ ദിവസം ഉണ്ടാകുന്നതാണ്. നിങ്ങൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വീട്ടിൽ നെയ്വിളക്ക് തെളിയിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും. വീട്ടിലെ എല്ലാവിധ നെഗറ്റീവ് എനർജികളും പുറത്തുപോയി ഒരു പോസിറ്റിവിറ്റി നിറയുന്നതിനും ഐശ്വര്യം നിറയുന്നതിനും നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു ഡൾനെസ്, അതായത് ഡള്ളായിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ മാറി ഒന്ന് തെളിയാനും ഒന്ന് പ്രകാശിക്കാനുമൊക്കെ സാധിക്കുന്നതാണ്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരായ ആളുകൾക്ക് സാമ്പത്തിക തർക്കങ്ങൾ എന്തെങ്കിലും നിലവിലുണ്ടെങ്കിൽ, അപ്പോൾ അത് നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനം ഉണ്ടാകുന്ന സമയമാണ്. ആർക്കെങ്കിലും കുറച്ചധികം ധനം കൊടുത്തിട്ട് അത് തിരികെ കിട്ടാത്ത പ്രശ്നമാകാം, അല്ലെങ്കിൽ കുടുംബ സ്വത്തുക്കളെ പറ്റിയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. ഏതായാലും സാമ്പത്തികമായി നിലവിൽ നിങ്ങളെ എന്ത് തരത്തിലുള്ള പ്രശ്നമാണോ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, അത് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒട്ടും ധനമില്ലാത്ത പ്രശ്നമായിരിക്കും. ഏതായാലും ആ പ്രശ്നം മാറി കുറച്ച് ധനമൊക്കെ വരാനുള്ള, അല്ലെങ്കിൽ നിങ്ങളെ നിലവിൽ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് ഒരു മോചനമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും നാളെ. ചില യാത്രകളൊക്കെ വേണ്ടി വരും. നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന യാത്രകളൊക്കെ ശുഭകരമായിരിക്കും. എന്തെന്നാൽ നാളത്തെ ദിവസം അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വളരെയധികം ശുഭകരമായ ദിവസമായിരിക്കും. ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധ്യമാകുന്നതാണ്. മുന്നേയുള്ള സമയങ്ങളിൽ തുടങ്ങി വെച്ച പല കാര്യങ്ങളും നാളെ പൂർത്തീകരിക്കാനായി സാധിക്കും. അതായത് ചിലപ്പോൾ മനസ്സിൽ സ്വരുക്കൂട്ടി വെച്ചിരുന്ന കുറച്ച് സ്വർണം വാങ്ങണമെന്ന കാര്യമാകാം, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങണമെന്ന കാര്യവുമാകാം. അങ്ങനെ പല കാര്യങ്ങളുണ്ടാകും നമ്മൾ മനസ്സിൽ വാങ്ങണമെന്ന് ആഗ്രഹിച്ച്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇനി അത് വാങ്ങിക്കാം എന്ന ഒരു കൺക്ലൂഷനിലൊക്കെ നിങ്ങൾക്ക് എത്താനായി നാളത്തെ ദിവസം സാധിക്കും. നിങ്ങൾ സമയം പാഴാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. സമയം അറിയാമല്ലോ, നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഇനി എന്തെല്ലാം തരാമെന്ന് പറഞ്ഞ് എന്തെല്ലാം പണം കൊടുക്കാമെന്ന് പറഞ്ഞാലും ഒരിക്കലും നമുക്ക് ആരിൽ നിന്നും തിരിച്ചു കിട്ടാത്ത ഒന്നാണ് സമയം. അപ്പോൾ സമയം നഷ്ടപ്പെടുത്താതിരിക്കുക, പാഴാക്കാതിരിക്കാനായിട്ടൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നത് വളരെയധികം നിങ്ങളെ സഹായിക്കും. ചില സമയങ്ങളിലൊക്കെ ആകെ ഒരു അലസനായി മാറാറുണ്ട്. അലസത ചില സമയങ്ങളിൽ നിങ്ങൾ അതിനെ കൂട്ടുപിടിക്കുന്നുണ്ട്. നിങ്ങളെക്കൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളും, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പല കാര്യങ്ങളിലും മടി കാണിച്ച് അലസരായി മാറുന്ന ഒരു സ്വഭാവ സവിശേഷത നിങ്ങൾ ചില സമയങ്ങളിൽ കാണിക്കുന്നു. അതുകൊണ്ടാണ് സമയം നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരു രീതിയിലും അത് നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല. അത് മനസ്സിലാക്കുക എന്ന് പറയുന്നതും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരായ പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾ രുദ്രാക്ഷം, അതായത് 7 മുഖമുള്ള രുദ്രാക്ഷമൊക്കെ അണിയുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുന്നതിന് സഹായിക്കുന്നതാണ്. അപ്പോൾ നാളത്തെ ദിവസം വളരെ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്ന 12 നക്ഷത്രക്കാരാണ്. അപ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചു പോയാൽ നാളത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ശുഭകരമായ ദിനമായിരിക്കും.